ഈ പകലിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 8-ാമത്തെ വാക്യം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. 40-ാം അധ്യായത്തെ 1-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നമ്മൾ പഠിച്ചു വരുമ്പോൾ 2 പ്രാവശ്യം വിളിച്ചു പറയുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 1-ാമത്തെ ഭാഗം 3-ാമത്തെ വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. ഇതൊരു പ്രവചനമാണ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള പ്രവചനം. ഇനി 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നത് എന്ന് പറയുമ്പോൾ, ആദ്യത്തെ വിളിച്ചു പറയലിൽ ആരാണ് പറയേണ്ടത്? ഒരുത്തനാണ് പറയേണ്ടത്. രണ്ടാമത് വിളിച്ചു പറയാൻ പറയുന്നത് ആരോടാ? എല്ലാവരോടുമാണ് പറയേണ്ടത്. അപ്പൊ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. എന്താ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം? സകലർക്കുമുള്ള ഉത്തരവാദിത്വം എന്താ അവിടെ? സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്റെ മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. എന്നിട്ട് പറയുക, അതേ ജനം പുല്ല് തന്നെ. എന്നിട്ട് പറയുകയാണ്, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, മനുഷ്യന്റെ ക്ഷണികത. 2, വചനത്തിന്റെ സ്ഥിരത. നമ്മൾ പറയേണ്ടുന്ന കാര്യം, നമ്മൾ അറിയേണ്ടുന്ന കാര്യം, ഇത് രണ്ടുമാ. ഒന്ന്, മനുഷ്യൻ ക്ഷണികനാണ്. 2, വചനം പക്ഷേ സ്ഥിരമാണ്. മനുഷ്യൻ ക്ഷണികമാണ് എന്ന് പറയാൻ വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ നോക്കിയേ. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം. ഏതിന്റെ ഭംഗി? ജഡത്തിന്റെ ഭംഗി. ജഡത്തിന് എന്തെങ്കിലും ഭംഗിയുണ്ടോ? ജഡത്തിൽ എന്തെങ്കിലും സൗന്ദര്യത്തെ കാണുന്നുണ്ടോ? ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊന്നും തുടരുന്നതല്ല. ആരോഗ്യം, സൗന്ദര്യം, ബലം, ഇതൊക്കെ പുല്ലുപോലെ, ഇതൊക്കെ പൂ പോലെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരു 60 കഴിഞ്ഞവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, ശരീരം പണ്ടത്തെ പോലെയാണോ? മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല. മനസ്സിന് ഭയങ്കര ഒരുക്കമാണ്, പക്ഷെ ജഡം ബലഹീനമാണ്. നമ്മൾ വാക്യം ചേർത്ത് പറയുക, ആരോഗ്യം കുറഞ്ഞു വരിക അല്ലേ? 50-കാർക്ക് അത് പറയാൻ പറ്റില്ലേ? 40-കാർക്ക് പറയാൻ പറ്റില്ലേ? 20-ലെയും 25-ലെയും ആരോഗ്യമുണ്ടോ? ഇല്ലല്ലോ. എവിടെയൊക്കെയോ ചെറിയ ചില പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? ഇത് പുല്ലുപോലെ. ഒരു പൂവ് കാണാൻ എന്ത് ഭംഗിയായിരിക്കും, പക്ഷെ ഒരു ദിവസം കഴിയുമ്പോ വാടുന്നു, ഇതളുകൾ കൊഴിയുന്നു, അത് വീഴുന്നു. ഇതല്ലേ മനുഷ്യന്റെ സ്ഥിതി? ഇങ്ങനെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനം ഇത് അറിയണം, ഇത് വിളിച്ചു പറയണം. പ്രവാചകന് കൊടുക്കുന്ന നിയോഗത, വിളിച്ചു പറ. എന്തു പറയണം? സകലരോടും പറയേണ്ട കാര്യം ഇതാണ്. നിന്റെ ആരോഗ്യം എന്നും നിൽക്കുന്നതല്ല, നിന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന ഒരു നിഴല് പോലെയാണ്. ഇതൊരു സ്ഥിരം സംവിധാനമല്ല. നീ ഒരു കരുവേലകം പോലെ ഇവിടെ ജീവിക്കുന്ന ഒന്നല്ല. ഒരു മരണമുണ്ട്. സകല ജഡവും പുല്ലുപോലെയും
അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്റെ മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ, ഒരിക്കൽ ഉണങ്ങും, ഒരിക്കൽ വാടും, ഒരിക്കൽ തളരും, ഒരിക്കൽ കൊഴിയും. ജനം പുല്ല് തന്നെ. ഇത് ജനം അറിയണം. നമുക്ക് ഒത്തിരി അറിവുകൾ വേണം. നമ്മളെ അനുഗ്രഹിക്കുമെന്ന്, നമുക്ക് ദീർഘായുസ്സുണ്ടാകുമെന്ന്, നമുക്ക് വർധനവുണ്ടാകുമെന്ന്, ഇതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ തന്നെ അറിഞ്ഞോണം, ഇതെല്ലാം നീ പ്രതീക്ഷിക്കുമ്പോഴും ജീവിതം ക്ഷണികമാണ്. വാർദ്ധക്യത്തിന് അധികം കാലമൊന്നും വേണ്ട. 90 വയസ്സ് വരെ ഒരാൾ ജീവിക്കണമെങ്കിൽ 32,850 ദിവസം മതി. അതിനകത്ത് മനുഷ്യൻ തീരും. ഇത് മനുഷ്യൻ തിരിച്ചറിഞ്ഞോണം. അതാ മോശ പറയുന്നത്, നാളുകളെ എണ്ണാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. ഇത് വിളിച്ചു പറയാൻ ദൈവാത്മാവ് നിയോഗം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ മനുഷ്യരെല്ലാം ക്ഷണികരാണ്, അതറിയണം. അപ്രതീക്ഷിതമായ നേരങ്ങളിലല്ലേ മരണം പലരെയും തട്ടിക്കൊണ്ട് പോകുന്നത്, അല്ലേ? നിലച്ചിരിക്കാത്ത സമയത്തല്ലേ മരണം പലരെയും കൊണ്ടുപോകുന്നത്. ആരറിഞ്ഞ്, ആര് പ്രതീക്ഷിച്ചു? തട്ടിക്കൊണ്ടത് പോവുകയല്ലേ. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കവിതയുണ്ട്. ക്ഷണം ചിത്തം ക്ഷണം വിത്തം യമസിയ കരുണ നാസ്തി. യമന് കരുണ നാസ്തിയാന്ന്, കുറവാന്ന്, ഇല്ലെന്ന്. ഇവിടെ തീരും. അപ്പൊ ഇത് വിളിച്ചു പറയണം. മനുഷ്യൻ പെട്ടെന്ന് വാടി ഇല്ലാതാകുന്നുവെന്ന് തിരിച്ചറിയണം. ഇത് സംബന്ധമായിട്ട് ഞാൻ പല വാക്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 24-25 വാക്യങ്ങളിലേക്ക് വരുമ്പോ, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നുപോയി. സ്തോത്രം. എന്തുവായി പറയുന്നത്? മാനുഷിക ജീവിതത്തിന്റെ ക്ഷണികതയാണ്, മനുഷ്യാസ്തിക്യത്തിന്റെ ക്ഷണികതയാണ്. ചില പൂവുകൾ നേരത്തെ ഉതിർന്നു പോകുന്നു, ചിലർ കുറെ കഴിഞ്ഞ് ഉതിർന്നു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ആയുസ് എന്ന് വിളിക്കുന്നത്. ചിലത് ജനിച്ച ഉടനെ ഉതിർന്നു പോകുന്നു, ചിലത് 2 വർഷം കഴിയുമ്പോൾ ഉതിർന്നു പോകുന്നു, ചിലത് 20 വർഷം കഴിയുമ്പോൾ ഉതിർന്നു പോകുന്നു, ചിലത് ഒരു 80 ആകുമ്പോൾ ഉതിർന്നു പോകുന്നു. ഈ കാലദൈർഘ്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആയുസ്. നമ്മൾ ഇതിന് ഏത് പേരിട്ട് വിളിച്ചാലും സത്യമാണ്, ഇത് ഉതിർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ വായിക്കുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അല്ലേ? പ്രഭാതങ്ങളിൽ നമ്മുടെ നിഴലിന് നീളം കൂടുതലായിരിക്കും. പക്ഷെ സൂര്യൻ ഉദിച്ചുയർന്ന് തലയ്ക്ക് മീതെ എത്തുമ്പം നിഴലിന്റെ നീളം കുറയുന്നു. ഇതാ ഇവിടെ പറയുന്നത്, നിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. മനുഷ്യൻ അല്പായുസുള്ളവൻ, കഷ്ടസമ്പൂർണൻ. ഇതോർക്കണം. പ്രവാചകനോട് ദൈവം കൊടുക്കുന്ന നിയോഗം ഇതാണ്, ഇത് നീ വിളിച്ചു പറയണം. സ്തോത്രം. എന്നിട്ട് യെശയ്യാവിന്റെ പുസ്തകം 51-ൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീർന്ന മനുഷ്യനെ ഭയപ്പെടുവാൻ നീ ആർ? ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് മനുഷ്യൻ മരിച്ചു പോകുന്നു. കേട്ടെ, അവന്റെ ഭീഷണിയും അതുപോലെയാ. ഭീഷണി അനുഭവിക്കുന്നവൻ മാത്രമല്ല അല്പായുസുള്ളവൻ, ഭീഷണിപ്പെടുത്തുന്നവനും അല്പായുസുള്ളവനാ. ദ്രോഹം അനുഭവിക്കുന്നവൻ മാത്രമല്ല അല്പായുസുള്ളവൻ, ദ്രോഹിക്കുന്നവനും അല്പായുസുള്ളവനാണ്. പീഡ അനുഭവിക്കുന്നവൻ മാത്രമല്ല അല്പായുസുള്ളവൻ, പീഡിത
ഭയപ്പെടുന്നവനും അല്പായുസ്സുള്ളവനാണ്. സ്തോത്രം. അതാ ഇവിടെ ചോദിക്കുന്നത്. നിനക്ക് അല്പായുസ്സുള്ളതുപോലെ അവനും അല്പായുസ്സാണ്. പിന്നെ അവനെ ഭയപ്പെടാൻ എന്ത്? അവനാർ? മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടുത്തുമ്പോൾ ഭയപ്പെട്ടു പോകുന്നത് സ്വതസിദ്ധമായ മാനുഷിക സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇല്ലേ? ഭയപ്പെടുത്തിയാൽ ഭയപ്പെട്ടു പോകില്ലേ? അത് മനുഷ്യനിൽ കിടക്കുന്ന ഒരു വൈകാരികതയാണ് ഈ ഭയം. പക്ഷേ ആ ഭയങ്ങൾ നീണ്ട കാലങ്ങൾ നമ്മെ വാഴാൻ അനുവദിക്കാതിരിക്കുക. ജീസസ്. ഭീഷണിയുടെ ഭയങ്ങൾ നീണ്ട കാലങ്ങൾ വാഴാൻ അനുവദിക്കാതിരിക്കുക. നമ്മൾ പകൽ പാടിയതുപോലെ, ശത്രു ഭയം നീക്കി എന്നെ മാത്രതോറും കാത്തിടുന്നു. ഭയപ്പെടും. പക്ഷേ അത് നീക്കുന്ന ഒരു ദൈവം നിനക്ക് ഉയരത്തിലുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, അങ്ങനെ ഭയപ്പെട്ട് നിൽക്കാൻ നീ ആരാ? നിന്നെ ഭയപ്പെടുത്താൻ അവനാരാ? അവൻ മരിച്ചു പോകുന്നവനാണ്. കൊട്ടാരക്കര ഇവിടെ മണ്ണിനെ കിടുകിട ഉറപ്പിച്ച വീരന്മാർ ഒത്തിരി പേരില്ലായിരുന്നോ? അവരൊക്കെ ചത്തടങ്ങിപ്പോയില്ലേ പ്രിയരെ? ഇവിടുത്തെ ഗുണ്ടായിസം ഹോൾസെയിലിൽ എടുത്ത് ചെയ്തുകൊണ്ട് നടന്ന മിടുക്കന്മാരില്ലായിരുന്നോ? അവരൊക്കെ ചത്തുപോയില്ലേ പ്രിയരെ? ആരും ഇന്നും നിൽക്കുന്നില്ല. എല്ലാവരും ചത്തു കെട്ടുപോയിട്ടുണ്ട്. സകല മനുഷ്യരും അങ്ങനെ തന്നെ. അതുകൊണ്ട് നീ മരിക്കും, അവനും മരിക്കും. സ്തോത്രം. പ്രവാചകനോട് പറയുക, ഇത് വിളിച്ചു പറയണം, സകല മനുഷ്യരും പുല്ലുപോലെയാണ്. സ്തോത്രം. അപ്പൊ അതാണ് പാസ്റ്ററുടെ വിഷയം. അതല്ല, അത് മനുഷ്യന്റെ ക്ഷണികതയെ പറഞ്ഞതാ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൂത് അതല്ല. ദൈവത്തിന്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നു. ശബ്ദം ഉയർത്തി എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ഭീഷണി എന്നേക്കുള്ളതാണോ? നിനക്കെതിരെ നിൽക്കുന്ന മനുഷ്യൻ എന്നേക്കുള്ളവനാണോ? നീ അനുഭവിക്കുന്ന പേടി എന്നേക്കുള്ളതാണോ? പിന്നെ അതൊക്കെ ക്ഷണികമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്ക് നിലനിൽക്കുന്നതാണ്. എന്തുകൊണ്ട് വചനം എന്നേക്ക് നിലനിൽക്കുന്നു എന്ന് പറയുന്നു? കുറഞ്ഞത് 3 കാര്യങ്ങളെങ്കിലും അതിനെക്കുറിച്ച് പറയണം. ഒന്ന്, നിത്യനായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ടതാണ് ഈ വചനം. ഞാൻ ഇന്നലെ രാവിലെ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജെരമ്യാവിനോട് പറയുകയാണ്, ഇടിക്കാനും പൊളിക്കാനും നിർമൂലമാക്കുവാനും ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുക. ഞാൻ വചനം നിന്റെ വായിൽ തന്നു. എന്നിട്ട് പറയുക, അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ പറയുന്ന വചനം കേൾക്കുന്നവർ നിന്നോട് എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ആരൊക്കെ? യഹൂദ പുരുഷന്മാർ, സകല നിവാസികളും, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നിന്നോട് യുദ്ധം ചെയ്യും. എനിക്ക് മനസ്സിലെ ഒരു കാര്യം, പറയേണ്ട വചനം പറയേണ്ടതുപോലെ മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞാൽ പ്രസംഗിക്കുന്നവൻ എന്നും ന്യൂനപക്ഷവും അതിനെതിരെ നിൽക്കുന്നവർ എന്നും ഭൂരിപക്ഷവുമായിരിക്കും. വചനത്തെ വിശ്വസ്തയോടെ പറയുന്ന അഭിഷക്തൻ എവിടെയുണ്ടോ അവന് യുദ്ധം നേരിടേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവിന് കൊടുക്കാനുള്ള നിയോഗം അത്. ജനത്തോട് സംസാരിക്കണം, ജനത്തോട് പറയണം, അവരുടെ പാപത്തെക്കുറിച്ച് ജനത്തിന് ബോധം വരുത്തണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ഇതാണ് വചനത്തിന്റെ ശൈലി. നിങ്ങൾ ഈ ഒരു ചിന്താഗതിയിൽ നിന്ന് പ്രവചനം മൊത്തം വായിര്. ഇത് പറഞ്ഞപ്പോഴാണ് പ്രവാചകന്റെ കന്നത്തടി കിട്ടിയത്. പശൂർ പുരോഹിതൻ പ്രവാചകനെ അടിച്ചത് ഇത് പറഞ്ഞപ്പോഴാണ്. പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, പശൂറെ, ദൈവം നിന്നെ അടിക്കും. ഞാൻ ജെരമ്യാവിന്റെ പുസ്തകം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ വീട്ടിലെ വ്യാജപ്രവാചകന്മാർ, പശൂറിന്റെ വീട്ടിൽ വ്യാജപ്രവാചകന്മാർ ഇരുന്ന് വ്യാജം പ്രവചിക്കുമ്പോ ജെരമ്യാവ് ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞപ്പോ പുരോഹിതൻ അവനെ അടിച്ചു. ജീസസ്.
വിശ്വസ്തയോടെ വചനം പറയുന്നവന് കന്നത്തടിയും കല്ലേറും മേലെ കാവൽപുരമുറ്റത്തെ തടവുമാണ് പ്രതിഫലമെന്ന് തിരിച്ചറിഞ്ഞു വേണം ദൈവവചനം പറയാൻ നിൽക്കാൻ. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാവരും സന്തോഷിക്കുന്ന പ്രസംഗകനാണ് ഞാനെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ പറയേണ്ടത് പറയുന്നില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വിടുതൽ പറയുമ്പോൾ കൈയടിക്കുകയും വിടുതൽ പറയാത്തപ്പോൾ കൈയടിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഏതിനകത്ത് സന്തോഷിക്കാൻ നമുക്ക് പറ്റണം? വിടുതലിന്റെ ദൂത് പറയുമ്പോഴും സന്തോഷിക്കണം. വിടുതലിന്റെ ദൂതല്ലാതെ ചെത്തുന്ന ദൂത് പറയുമ്പോഴും സന്തോഷിക്കണം. ഞാൻ പറയാം, വിടുതലിന്റെ ദൂത് പറഞ്ഞപ്പോൾ അധികം ഫലം കായ്ക്കുന്നല്ല, അധികം ഫലം കായ്ക്കാൻ ചെത്തണം. ചെത്തുക എന്ന് പറയുന്നത് പെയിനുള്ള കാര്യമാണ്. നിന്നെ എപ്പോഴും തട്ടിത്തടവി നിന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല ചെത്തുന്ന പരിപാടി. അധികം ഫലം കായ്ക്കണമെങ്കിൽ നീ ചെത്തപ്പെട്ടേ പറ്റത്തുള്ളൂ. ഞാനിവിടെ ഒരു ദൂത് പറയാം. എങ്ങനെ ചെത്തപ്പെടുന്നതെന്നറിയാമോ? ചെത്തപ്പെടുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ വന്ന് ഇങ്ങനെ പശയൊക്കെ മുക്കി ഷർട്ടൊക്കെ ഇട്ട് സാരിയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വന്ന് ഗമക്കിരിക്കുക. അപ്പൊ പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ കടുത്ത മുഖത്തോടെ ഏതാണ്ടൊക്കെ പറയുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടം വരിക. നമ്മുടെ ചിന്ത ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെത്തപ്പെടുന്നതെന്നാ. അല്ല. ചെത്തപ്പെടാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട്. ചെത്തപ്പെടുന്നത് എങ്ങനെയാന്ന് ഞാൻ പറയാം. നമ്മുടെ വർത്തമാനകാല ജീവിതത്തിനകത്തേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എതിരാകുന്നു. ചെത്തലാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അപവാദങ്ങൾ നമുക്ക് നേരെ വരുന്നു. ചെത്തലാണ്. നനയ്ക്കാത്ത ഒരു പ്രശ്നത്തിനകത്തേക്ക് നമ്മൾ പോകുന്നു. അത് ചെത്തലാണ്. ജീസസ്. നമ്മുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിക്കകത്തേക്ക് നമ്മൾ വീഴുന്നു. അത് ചെത്തലാണ്. അധികം ബലം കായ്ക്കണോ എന്റെ പൊന്നു സഹോദരങ്ങളെ. ചില സന്ദർഭങ്ങളിൽ ഈ വിധത്തിൽ നമ്മൾ പണികളുടെ അകത്തുകൂടെ പോയേ പറ്റത്തുള്ളൂ. അധികം ബലം കായ്ക്കാൻ സകലരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ചെത്തപ്പെടുവാൻ പലരും ഇഷ്ടപ്പെടുന്നില്ല. ഇന്ന് പകൽ അധികം ബലം കായ്ക്കണോ? ദൈവം നിന്നെ ചെത്തും. നമ്മൾ പാട്, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. നമ്മൾ അതൊരു സുഖമുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. കുശവൻ നനച്ച് പാകമാക്കിയ കളിമണ്ണ് ചക്രത്തിന്റെ മീതെ വെച്ചിട്ട് അതിനെ രൂപപ്പെടുത്തുന്നു. പക്ഷെ അത് അവന്റെ കയ്യിൽ ചീത്തയാകുന്നു. കഴിവുള്ള, പ്രാപ്തിയുള്ള, അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ള, ആരോഗ്യമുള്ള നീ ഒരു സുപ്രഭാതം കൊണ്ട് വട്ടപൂജ്യമായി എന്ന് തോന്നുന്ന ഒരു പ്രോസസ്സിനകത്തേക്ക് നീ കയറിപ്പോയെങ്കിൽ ഞാൻ എഴുതി തരാം, ദൈവം നിന്നെ പണിയുകയാണ്. പഴയതുപോലെ ഒന്നാക്കാനല്ല, വേറെ കുശവന് ഇഷ്ടമുള്ള, നിനക്കിഷ്ടമുള്ള ഒന്നായിട്ടല്ല, കുശവന് ഇഷ്ടമുള്ള മറ്റൊന്നാക്കാൻ. അവിടെ നമ്മൾ ചിന്തിച്ചു പോകും, ദൈവമേ എന്നെ കാണുന്നില്ലേ, എന്നെ വിളിച്ചില്ലേ, എന്നെ അറിയുന്നില്ലേ, എന്നെ സ്നേഹിക്കുന്നില്ലേ, ഞാൻ എന്നാ പാപമാ ചെയ്തേ? ഇതൊക്കെ നമ്മൾ ചോദിച്ചു പോകും. ഹല്ലേലൂയ. യോവൊക്കെ വെണ്ണയിൽ പാദം കഴുകിയവൻ ഒടുവിൽ പറഞ്ഞില്ലേ, മനുഷ്യൻ അല്പായുസുള്ളവൻ കഷ്ടസമ്പൂർണനെന്ന്. നിന്റെ നന്മയുടെ കാലത്ത് നിനക്കിത് പറയാൻ പറ്റിയോ? നിന്റെ തിന്മയുടെ കാലത്താണ് നീ ഇത് പറഞ്ഞത്. ജീസസ്. ഇതാ പണി. അധികം ഫലം കായ്ക്കണമെങ്കിൽ ചത്തണം. നിന്നെ ദൈവം ഉപേക്ഷിക്കുന്നില്ലെന്നുള്ളതിന്റെ തെളിവുകൾ അതല്ല. നിന്നെ ദൈവം കൈവിട്ടിട്ടില്ലെന്നുള്ളതിന്റെ തെളിവുകൾ അതല്ല.
എന്നും നീ സുഭിക്ഷനായും എന്നും നീ നിറഞ്ഞവനായും എന്നും നീ ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയാൽ നിനക്ക് ദൈവത്തെ ആവശ്യമില്ലെന്ന് വരും. കേട്ടോ, ദൈവം നിന്നെ സ്തോത്രം വെറുതെ ഒരു വ്യക്തിയായി കാണാനാണ് ഇഷ്ടപ്പെടുന്ന. അധികം ബലം, അധികം ബലം. ജീസസ്. ഈ വർഷം 100 കിലോ കായ്ച്ചെങ്കിൽ സ്തോത്രം, അത്രയും കിട്ടിയാൽ അടുത്ത വർഷം അത്രയും കിട്ടിയാൽ മതി. നോ, അതല്ല ദൈവത്തിന്റെ ശൈലി. അടുത്ത വർഷം 200 കിലോയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം 300 പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് 400 പ്രതീക്ഷിക്കുന്നത്. അധികം ബലം. തൊണ്ടക്കുഴിയിൽ ശ്വാസം ശേഷിക്കുന്നത് വരെ അധികം, 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 അധികം. ഈ അധികം വെളിപ്പെടാൻ ദൈവം പണിതുകൊണ്ടേയിരിക്കും. നീ പ്രതീക്ഷിക്കാത്ത പലതിനകത്തൂടെ കയറിപ്പോയെന്ന് വരും. നീ പ്രതീക്ഷിക്കാത്ത പലതും അനുഭവിച്ചെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ഒന്നും ദോഷമായി തീരുകയില്ല, ഒന്നും ദോഷമായി തീരുകയില്ല, ഒന്നും നിന്നെ ശവപ്പെട്ടിയിൽ കിടത്തുകയില്ല. അതെല്ലാം നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. ഈ പകല് ചില നിരാശയുടെ മേലാപ്പുകളെ പരിശുദ്ധാത്മാവ് ചിലരിൽ നിന്ന് എടുത്തു മാറ്റുക, ചില കെട്ടുകളെ ചിലരിൽ നിന്ന് എടുത്തു മാറ്റുക, ചില ആകുലതകളെ ചിലരിൽ നിന്ന് എടുത്തു മാറ്റുക, ചില ഭാരങ്ങളെ ചിലരിൽ നിന്ന് എടുത്തു മാറ്റുക. വിഴുപ്പ് ഭാണ്ഡം പോലെ ചുമന്നുകൊണ്ട് നടന്ന നാളുകളുടെ പ്രശ്നങ്ങളെ ചിലരിൽ നിന്ന് എടുത്തു മാറ്റുക. ഈ പകല് ദൈവത്തോട് പറ, എനിക്കറിയാമപ്പ, ഇതെല്ലാം എന്നെ പണിയുന്നത്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നുവെന്ന് പറ. വചനം എന്നേക്കും നിലനിൽക്കുന്നതാ. എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ഒന്ന്, നിത്യനായ ദൈവം പ്രസ്താവിച്ചതാണ് ഈ വചനം. അതുകൊണ്ട് തന്നെ ഇതെന്നും നിലനിൽക്കുന്നതാണ്. കാരണം ഈ വചനം ഉച്ചരിച്ച ദൈവത്തിന് നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിനും നിലനിൽപ്പുണ്ട്. രണ്ട്, ഈ വചനം നിത്യം ജീവിക്കുന്ന വചനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ വചനത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞോ അത് തന്നെ ആ വചനം ഇന്നും ചെയ്യും, നാളെയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ വചനം അത്ഭുതം ചെയ്യും, ആ വചനം ആശ്വസിപ്പിക്കും, ആ വചനം ബോധം വരുത്തും. ഇന്നലെയും അങ്ങനെ, ഇന്നും അങ്ങനെ, നാളെയും അങ്ങനെ. ഇതിന്റെ ശക്തി ക്ഷയിക്കത്തില്ല. പറയേണ്ടതുപോലെ വചനം പറഞ്ഞാൽ ഇതിന്റെ ശക്തിക്ക് ക്ഷയമുണ്ടാകത്തില്ല. വചനം നിലനിൽക്കുന്നു. ഒന്ന്, നിത്യമായ ദൈവത്താൽ പ്രസ്താവിക്കപ്പെട്ടു. രണ്ട്, നിത്യം ജീവിക്കുന്നു. മൂന്ന്, മാറ്റമില്ലാത്ത വചനം. സ്തോത്രം. അഭിപ്രായം മാറുന്നത് പോലെ വചനം മാറുകയല്ല. കാരണം ഇത് ഉച്ചരിച്ചത് ഒരു മനുഷ്യനല്ല, ഒരു പാസ്റ്ററല്ല, ഒരു വിശ്വാസിയല്ല. ഉച്ചരിച്ചത് മാറ്റമില്ലാത്ത ദൈവമാണ്. ഈ വചനത്തിനകത്ത് ജീവൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വചനത്തിനകത്ത് മരണം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വചനത്തിനകത്ത് ന്യായവിധി ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വചനത്തിന് മാറ്റമില്ല. ഇതിന്റെ ഈ മാറ്റമില്ലായ്മയുടെ മറ്റൊരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ മത്തായി 5:18 പറയുകയാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയല്ല. കേട്ടോണേ, സകലവും നിവർത്തിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അഖണ്ഡമായി
കേടുപറ്റാതെ നിൽക്കുന്ന ഈ വചനമുണ്ടല്ലോ, അതിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിറവേറ്റുന്നത് വരെ അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. അതിൻ്റെ വള്ളിക്കും പുള്ളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാലയിലെ ഏറ്റവും ചെറിയതാണ് വള്ളിയും പുള്ളിയും. അതിന് പോലും മാറ്റം വരത്തില്ല, പിന്നല്ലേ അക്ഷരത്തിന് മാറ്റം വരുന്നു. ഒരാമയും പറഞ്ഞാട്ട്. സ്തോത്രം. ആ വചനത്തെ പറയുന്ന മറ്റൊരു പേര്, എന്നേക്കും നിലനിൽക്കുന്ന വചനത്തിന് പറയുന്ന മറ്റൊരു പേര്, സങ്കീർത്തനം 119:89 നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ഒന്നുകൂടെ പറഞ്ഞു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാണോ ഈ വചനം സ്ഥാപിച്ചത് അന്നു മുതൽ അത് സ്ഥിരമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, ആദിയിൽ വചനം ഉണ്ടായി എന്നാണോ? വചനം ഉണ്ടായി വന്നു എന്നാണോ? പിന്നെ വചനം ഉണ്ടായിരുന്നു. വചനത്തെ ആരും ഉണ്ടാക്കിയതല്ല, വചനം ഉണ്ടായി വന്നതുമല്ല, വചനം ഉണ്ടായിരുന്നു. അന്നേ ഈ വചനം സ്ഥിരമാണ്, ഇന്നും ഈ വചനം സ്ഥിരമാണ്, നാളെയും ഈ വചനം സ്ഥിരമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ വചനം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആ വചനത്തിന്റെ സ്ഥിരത ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് ആ വചനം വിഭാവനം ചെയ്ത സകലതും സ്ഥിരമാണ്. ഓ, ഈ വചനമല്ല നമ്മൾ കേൾക്കുന്നേ, ഈ വചനത്തിനല്ല നമ്മൾ ആമേൻ പറയുന്നത്, ഈ വചനമല്ല നമ്മൾ വിശ്വസിച്ചത്, ഈ വചനമല്ല നമ്മൾ അംഗീകരിച്ചത്. നമ്മൾ വിശ്വസിച്ച, നമ്മൾ അംഗീകരിച്ച, നമ്മൾ സ്തോത്രം പറഞ്ഞ് ഈ വചനം സ്ഥിരമാണ്. ജീസസ്, അതിൽ നമുക്ക് വേണ്ടിയുള്ള പദ്ധതികൾ കിടപ്പുണ്ട്. അതിനാണ് നമ്മൾ സ്തോത്രം പറഞ്ഞത്. അതെല്ലാം സ്ഥിരമാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതുന്നു. അതെല്ലാം സ്ഥിരമാണ്, ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം അതിന് തടയിടാൻ ഒരു മന്ത്രവാദിക്കും പറ്റത്തില്ല, അതിന് തടയിടാൻ ഒരാഭിചാരകനും പറ്റത്തില്ല, അതിന് തടയിടാൻ ഒരു നേർച്ചയ്ക്കും പറ്റത്തില്ല, അതിനെ തടയാൻ ഒരു വരത്തുപാക്കുകൾക്കും പറ്റത്തില്ല. കാരണം ആ വചനം പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനു പുറപ്പെട്ടോ ആ പുറപ്പെട്ട കാര്യം അത് സാധിപ്പിക്കും. ഇത് നേരത്തെ സ്വർഗത്തിൽ സ്ഥിരമായിരുന്നതാണ്. ആ സ്ഥിരമായിരുന്ന വചനത്തിൻ്റെ പ്രവർത്തികൾ അക്ഷരം പ്രതി നിറവേറ്റപ്പെടുന്നതുമാണ്. ഒന്നുകൂടെ പറഞ്ഞേ, എങ്ങനെ നിറവേറ്റപ്പെടും? ശബ്ദം ഉയർത്തി പറഞ്ഞു, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ കേട്ട വചനത്തിനകത്ത് നിങ്ങൾ ആമേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് അക്ഷരം പ്രതി നിവൃത്തിയുണ്ട്. വചനം കേട്ട് ആമേൻ പറയുന്ന നീ മണ്ടനല്ല, ഇതിന് അക്ഷരം പ്രതി നിവൃത്തിയുണ്ട്. അതറിയണം. പ്രവാചകനോട് പറയുക, പ്രവാചകൻ രണ്ട് കാര്യം പറഞ്ഞേക്കണം. ഒന്ന്, ഇവന്റെ ആയുസ് പുല്ലുപോലെയാ. രണ്ട്, വചനം നിലനിൽക്കുന്നതാ. അതിൽ രണ്ട് കാര്യം ഓർത്തോണം. ഒന്ന്, ആയുസ് പുല്ലുപോലെയാണേലും ഈ പുല്ലുപോലെ ഉള്ള ആയുസിനകത്ത് നീ കേട്ട വചനം അത് പ്രവൃത്തിയായി വെളിപ്പെടും. രണ്ട്, ഇനി പുല്ലുപോലെ ഈ ആയുസ് പോയാലും സ്തോത്രം, അതിന്റെ നിവർത്തി നിനക്ക് നിത്യതയിലും കാണാൻ പറ്റും. തടയാൻ ഒരുത്തനും പറ്റുകയില്ല പ്രിയരെ.
അതിൻ്റെ പ്രവൃത്തി അക്ഷരം പ്രതി നടപ്പിലാകും. നിങ്ങൾ വചനം കേട്ടിട്ട് ഇരുന്ന് ഉറങ്ങിയിട്ട് പോയാൽ യാതൊരു ഗുണം ഉണ്ടാകുകയില്ല. വചനം നിനക്ക് ഗുണമാകണമെങ്കിൽ ഈ വചനത്തോട് പ്രതികരിക്കണം. തെളിവ്: കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായികയാൽ ആ വചനം അവർക്ക് ഉപകാരമായി തീർന്നില്ല. വചനം എന്താവണം? വിശ്വാസമായി. ഞാനിങ്ങനെ ഇരുന്നാലും വിശ്വാസമൊക്കെ ആയിട്ട് പരിണമിക്കുന്നുണ്ട് പാസ്റ്ററെ, അങ്ങനൊന്നും വരത്തില്ല. മൂക്ക് ഞെക്കിയാൽ ചോര വരും. ഇതാണ് വചനം പറയുന്നത്. ഞാൻ പറഞ്ഞ പഴഞ്ചൊല്ലല്ല, ബൈബിൾ പറയുന്നത്. മൂക്ക് ഞെക്കിയാൽ ഇതുപോലെ വിശ്വാസമായി പരിണമിച്ചാൽ മാറ്റം നിന്നിൽ കാണാൻ പറ്റും. വചനം വിശ്വാസമായാൽ മാറ്റം കാണാൻ പറ്റും. കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കത്തില്ല. നീ ആമേൻ പറഞ്ഞെന്ന് വരും, നീ സ്വോത്രം പറഞ്ഞെന്ന് വരും, നീ കൈയടിച്ചെന്ന് വരും, നിന്റെ കണ്ണ് നിറഞ്ഞെന്ന് വരും, ചിലപ്പോ കരഞ്ഞെന്ന് വരും, ചിലപ്പോ ഏങ്ങലടിച്ചെന്ന് വരും. ആ വിധത്തിൽ ചലനങ്ങൾ ഉണ്ടായാൽ വചനം വിശ്വാസമായിട്ടുണ്ട്. വചനം വിശ്വാസമായാൽ അത് ഉപകാരമായി തീർന്നിരിക്കും. എനിക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, വചനത്തെ എങ്ങനെ നിർവചിക്കാൻ പറ്റും? എനിക്കതിന് നല്ല ഒരു ചിന്ത ഇന്ന് രാവിലെ കിട്ടിയത്, ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ അപ്രമേയമായ വിശദാംശങ്ങളെ നമ്മെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ ഭാഷയെ വിളിക്കാൻ പറ്റുന്ന പേരാണ് വചനം. ഒന്നുകൂടെ ആവർത്തിക്കാം. ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളുടെ അപ്രമേയ ധനത്തിൻ്റെ വിശദാംശങ്ങൾ ദൈവത്തിൻ്റെ ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്ന് നമ്മെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ മഹത് പ്രവൃത്തിയെ വിളിക്കാൻ കഴിയുന്ന പേരാണ് വചനം. ഈ വചനത്തിന് നീ ആമേൻ പറഞ്ഞാൽ ആ വചനം വെറുതെ തിരിച്ചു പോകത്തില്ല. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് എന്താണെന്നറിയോ? എനിക്കിഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കും. ഈ ചിലരൊക്കെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കഴിയുമ്പം ആത്മാവ് നടത്തുന്നത് പോലെ ശുശ്രൂഷിക്കാം എന്ന് പറയും. ചിലർ പാസ്റ്റർക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല. പാസ്റ്റർക്ക് എന്ത് തോന്നുന്നോ അത് അനുസരിച്ച് മിനിസ്റ്റർ ചെയ്യാം. ഇതുപോലെ ഇഷ്ടമുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചവൻ്റെ അകത്ത് ഈ വചനം അയച്ചപ്പോൾ എന്തിഷ്ടമാണ് ഉണ്ടായിരുന്നത്, ആ ഇഷ്ടം അക്ഷരം പ്രതി നടപ്പാക്കിയിരിക്കും. ആ ഇഷ്ടം അക്ഷരം പ്രതി നിറവേറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് വചനം. അതുകൊണ്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞോണം. ഇത് സ്വർഗത്തിൽ സ്ഥിരമായ വചനമാണ്. ഭൂതകാല നിത്യ മുതൽ ഭാവികാല നിത്യത വരെ. സ്തോത്രം. അത് പറയാനായിട്ട് പല വാക്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം. ഈ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരു പക്ഷിയുടെ രണ്ട് പക്ഷം പോലെയാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒരുമിച്ചാണ് വചനവും ദൈവത്തിൻ്റെ ആത്മാവും ചലിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 59-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവരോട് അരുളി ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്തത്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനവും ആത്മാവും ഒരുമിച്ച് നിൽക്കണം. ചിലർക്ക് വചനം മാത്രം മതി, ചിലർക്ക് ആത്മാവ് മാത്രം മതി. ആത്മാവ് മാത്രമുള്ളവർ തിയോളജിയാണെന്ന് പറയും വചനത്തെ.
വചനം മാത്രമുള്ളവർ ആത്മാവിനെ അംഗീകരിക്കത്തുമില്ല. എന്നാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോ ഏതെ വചനവും ആത്മാവും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൊണ്ടല്ല, ബാക്കി ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. അപ്പം ആത്മാവില്ലാതെ പ്രസംഗമായി നിന്നാൽ അതെന്താണ്? ജ്ഞാനത്തിന്റെ വശീകരണ വാക്ക്. പക്ഷേ ആ വചനത്തിനകത്തേക്ക് ആത്മാവ് വന്നാൽ ആ പ്രസംഗിച്ച വചനം ദൈവശക്തിയുടെ പ്രദർശനമായി മാറും. അപ്പൊ ആത്മാവും വേണം, വചനവും വേണം. വചനം ആത്മാവ് ഒരുമിച്ചുണ്ടെങ്കിലേ കാര്യങ്ങൾ ചലിക്കത്തുള്ളൂ. വ്യക്തിയെ സ്പർശിക്കുന്നത് വചനമാണെങ്കിൽ ആ വ്യക്തിയിൽ അതിന്റെ ഫലത്തെ കൊണ്ടുവരുന്നത് ആത്മാവാണ്. വിത്ത് മണ്ണിൽ വീണത് കൊണ്ട് കിളിർക്കുകയല്ല, അതിന്റെ മുകളിൽ മഴ പെയ്യണം. വചനം വിത്താണെങ്കിൽ ആത്മാവ് അതിന്റെ മേൽ പെയ്യുന്ന മഴയാണ്. ആമേൻ. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുകയെന്ന് പറയുന്നത്. വിത്ത് കട്ടകളുടെ ഇടയിൽ വെറുതെ കിടന്നാൽ അത് കെട്ടുപോകും. പക്ഷേ ആ കട്ടകളുടെ ഇടയിലേക്ക്, അതിന്റെ മീതയിലേക്ക് മഴ പെയ്താൽ കട്ട ഉടയും, വിത്ത് കിളിർക്കും. ജീസസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോ വചനവും ആത്മാവും ഒരുമിച്ചാണ് നിന്നത്. തെളിവ് ലൂക്കോസ് 4:18. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? സുവിശേഷം അറിയിക്കണം. യേശുവിന്റെ ദൗത്യത സുവിശേഷം അറിയിക്കണം. ആ സുവിശേഷം ഫലമാകാൻ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അപ്പൊ സുവിശേഷവും ആത്മാവും ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് അടുത്തത് നടക്കുന്നത്. ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതരെ വിടുവിക്കുക, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. ഇതെല്ലാം നടക്കണമെങ്കിൽ വചനവും വേണം, ആത്മാവും വേണം. പ്രിയരെ, ശുശ്രൂഷയിൽ വചനവും ആത്മാവും വേണം, ആത്മീക ജീവിതത്തിലും ആത്മാവും വചനവും വേണം. ശുശ്രൂഷയിൽ ആത്മാവും വചനവും വേണം, ആത്മീക ജീവിതത്തിൽ ആത്മാവും വചനവും വേണം. ഇത് രണ്ടും ആരിലുണ്ടോ അവർ ചില പ്രവൃത്തികളെ കാണും, അവർ ചില അത്ഭുതങ്ങളെ കാണും. ഇന്ന് പകലിൽ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ നിനക്കാത്ത ചില തളിർപ്പുകൾ ഉണ്ടാകട്ടെ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നത്, വൃക്ഷത്തിന്റെ വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പോ, ജീസസ്, ചിലതൊക്കെ കെട്ടുപോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കാലം കൊണ്ട് പഴകിപ്പോയി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ പകല് ഞാൻ പ്രവചിച്ചു പറയാം, വെള്ളത്തിന്റെ ഗന്ധം അതിന്റെ മേൽ വീഴട്ടെ. വെള്ളത്തിന്റെ ഗന്ധം അതിന്റെ മേൽ വീഴട്ടെ. അത് വേഗം തളിർവിടാൻ പോവുകയാണ്. എനിക്ക് വളരെ വേഗം 1-2 കാര്യങ്ങളൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പ്രിയരെ, നമ്മൾ വചനം കേട്ട് ആമേൻ പറഞ്ഞ് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നിന്നാൽ ആ വചനത്തിനകത്ത് വ്യാപരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയായിരിക്കും.
അത് ഒരു തലമുറയിലല്ല, തലമുറ തലമുറ തലമുറയോളം ആ വചനത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് 112 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ, അവ എന്നും എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും അനുഷ്ഠിക്കപ്പെടുന്നു. വചനം നേരോടെ വിശ്വസ്തയോടെ അനുഷ്ഠിക്കപ്പെടും. വചനത്തിന് ആമേൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മേൽ വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തത നേരോടെ അനുഷ്ഠിക്കപ്പെടാനുള്ള വിശ്വസ്തതയാ. നിങ്ങൾ കേട്ടേ പ്രിയരെ, നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ പല പാട്ടുകൾ പാടും. നിത്യതയിലെ പാട്ട് പല നിലകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇന്ന് ഞാൻ വചനം പഠിച്ചപ്പം നിത്യതയിൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഒരു പാട്ടിനെ പറ്റി ഞാൻ വായിച്ചു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-3 വാക്യങ്ങളാണ്. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നത് ഞാൻ, അതൊരു കാഴ്ചയാണ്. മൃഗത്തോട് ജയിച്ചു, അതിൻ്റെ പ്രതിമയോട് ജയിച്ചു, അതിൻ്റെ പേരിൻ്റെ സംഖ്യയോട് ജയിച്ചു. അവർ ഇപ്പോ ദൈവത്തിൻ്റെ വീണ പിടിച്ചോണ്ട് എവിടെ നിൽക്കുക? പളുങ്ക് കടലിനരികെ നിൽക്കുക. അവർ ഒരു പാട്ട് പാടുക. ആ പാട്ടിന് 2 പേര് കൊടുത്തിരിക്കുക. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും അവർ കുഞ്ഞാടിന്റെ പാട്ടും പാടി. ഈ മോശയുടെ പാട്ട് ന്യായപ്രമാണം, കുഞ്ഞാടിന്റെ പാട്ട് സുവിശേഷമാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി. എന്താ അവർ പാടുന്നത്? സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ, സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളത്. അവർ പാടുന്നതിനകത്ത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. 119 സങ്കീർത്തനം 90 വാക്യത്തിൽ നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നേ? ഒന്നുകൂടെ പറഞ്ഞേ. തലമുറ. എൻ്റെ മോളും മോനും മാത്രമല്ല, അവർക്ക് ദൈവം കൊടുക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരുടെ തലമുറ, അവരുടെ തലമുറ. കർത്താവിന്റെ വരവിന് ഇനി അത്രയൊക്കെ താമസം ഉണ്ടെങ്കിൽ അങ്ങനെ 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 വിശ്വസ്തത തലമുറ തലമുറയോളം. അപ്പൊ വചനത്തിനകത്ത് വെളിപ്പെടുന്നത് വിശ്വസ്തതയാണ്. ഒരു കാര്യം കൂടെ പറയണം, ഈ വചനത്തെ നിഷേധിച്ചാൽ എന്നാ പ്രശ്നം? യെശയ്യാ 5:24 പറയുക, അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോവുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും. ആമേൻ. താഴോട്ട് വായിച്ചു വരുമ്പോൾ അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു. സ്തോത്രം. ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വചനത്തെ നിന്ദിച്ചു. മോനെ, കുഞ്ഞേ, ഇതിനെ ഉപേക്ഷിക്കല്ലേ, ഇതിനെ നിന്ദിക്കരുത്. വാക്യം 25, അത് നിമിത്തം യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും. നിന്നോട് ഇടപെടുന്ന വചനത്തെ നീ നിരസിക്കുമ്പോ ഈ വചനം നിന്റെ നേരെ ജ്വലിക്കും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നിർത്താം. 1 ശമൂവേൽ 15:23, മത്സരം ആഭിചാര ദോഷം പോലെ, ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. അത് നമ്മൾ ചുമ്മാ മത്സരത്തെയാ പറയുന്നത്, അല്ല, ഇതങ്ങനല്ല. ആ വാക്യത്തെ ശരിക്കും വായിച്ചേ. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന്. അപ്പം മത്സരം ഏതാ? അല്ലാതെ സ്തോത്രം, ഭാര്യയും ഭർത്താവും തമ്മിൽ വീട്ടിലെ മത്സരമല്ല. നമ്മൾ അതിനൊക്കെ ഈ വാക്യം പറയുന്നത് മത്സരം ആഭിചാര ദോഷം പോലെ. ചേട്ടത്തി അനിയത്തിയും തമ്മിലുള്ള മത്സരത്തെയാണ് നമ്മൾ, അല്ല, അതല്ല. വചനത്തോട് നീ നടത്തുന്ന മത്സരം. കേൾക്കുന്നുണ്ടോ? വചനത്തോട് നീ നടത്തുന്ന മത്സരം ആഭിചാര ദോഷം പോലെയാ. ദൈവാത്മാവ് നിന്നോട് പറഞ്ഞ വചനത്തെ നിരസിച്ചാൽ അത് ആഭിചാര ദോഷം പോലെയാ.
ജീസസ്. 26-ാം വാക്യത്തിൽ നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് വന്ന് തള്ളിക്കളഞ്ഞു. നീ വചനത്തെ തള്ളി, അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്യും? അയ്യോ, അതുകൊണ്ട് വചനത്തെ തള്ളല്ലേ, വചനത്തെ തള്ളരുതേ, വചനത്തെ തള്ള. എല്ലാ കണ്ണുകളൊന്നും അടച്ച്, എല്ലാ കണ്ണുകളൊന്നും അടച്ച്, എല്ലാ കണ്ണുകളൊന്നും അടച്ച്, അതരങ്ങളെ തുറന്നേ, അതരങ്ങളെ തുറന്നേ, അതരങ്ങളെ തുറന്നേ. ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വചനത്തിന് മുമ്പ് ധൈര്യപ്പെടുകയും വചനത്തെ തള്ളാതെ അതിനെ